ഹായ് ഹലോ രാജി വ്ളോഗ്സിലേക്ക് എല്ലാവർക്കും വലിയൊരു സ്വാഗതം. ഇന്ന് അമ്മ നിങ്ങളോട് പറയാനായിട്ട് വന്നത് ഒരു ഹെയർ ഡൈയെ പറ്റിയിട്ടാണ്. നാച്ചുറൽ ആയിട്ടുള്ള ഒരു ഹെയർ ഡൈ. ഇത് നമുക്ക് നല്ലതാണ് കേട്ടോ. ഇത് അമ്മ പറയണത് ഉള്ളിയുടെ തോലാണ്, വലിയ ഉള്ളിയുടെ സവാളയുടെ തോലാണ്. അത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ സവാള എടുത്തിട്ട് തോല് മാത്രം എടുത്തിട്ട് അതിന്റെ മുകളിലുള്ള കറുപ്പ് കളറൊക്കെ ഉണ്ടെങ്കിൽ അത് വേണ്ട. അങ്ങനത്തെ സവാളയുടെ തോല് എടുക്കരുത്. ഇനി എടുക്കണ സവാളയുടെ തോല് നമ്മളൊന്ന് കഴുകിയിട്ട് എവിടെയെങ്കിലും പേപ്പറിലൊക്കെ വെച്ച് ഉണക്കിയതിന്റെ ശേഷം നമ്മൾ അതുകൊണ്ടാണ് ഡൈ ഉണ്ടാക്കണത് കേട്ടോ. ഉള്ളി നമ്മളെ തലയിലേക്ക് ഉള്ളിയുടെ തൊലിയും സവാള പിഴിഞ്ഞ ജ്യൂസും ഒക്കെ ഒരുപാട് നല്ലതാണ് കേട്ടോ. അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. മുടി വളർച്ചയ്ക്ക് നല്ലതാണ് ഉള്ളിത്തോലും ഉള്ളി എല്ലാം നന്ന, ചെറിയ ഉള്ളിയും വലിയ ഉള്ളിയും വെളുത്തുള്ളിയുടെ തോലും എല്ലാം നന്നായിട്ട് നമ്മളെ മുടിക്ക്. അപ്പൊ അതുകൊണ്ടൊരു ഡൈ ഉണ്ടാക്കി എങ്ങനെ ഉണ്ടായിരിക്കും, നല്ലതാണ്, മുടിക്ക് ദോഷമൊന്നുമില്ല. അതെങ്ങനെ ഉണ്ടാക്കുക അമ്മ പറഞ്ഞുതരാം. നമ്മളൊരു 10 ഉള്ളിയുടെ 10ഉം 20 എത്ര ഉള്ളിയുടെ തോലോ നമുക്ക് എത്ര ക്വാണ്ടിറ്റി വേണം വെച്ചാൽ അതിനനുസരിച്ച് ഉള്ളിയുടെ തോല് നിങ്ങൾ എടുക്കണം കേട്ടോ. അത് നന്നായി കഴുകി കറുത്ത കളറൊന്നും ഇല്ലാത്ത നോക്കി എടുത്ത് കഴുകി ഉണക്കിയതിന്റെ ശേഷം നമ്മളത് ചട്ടിയിലിട്ട് വറുക്കണം. അപ്പോൾ അതിനെന്തൊക്കെ വേണമെന്ന് അറിയാം. ഒരു 10 ഉള്ളിയുടെ തൊലി, പിന്നെ വേണ്ടത് നമുക്ക് വെളുത്തുള്ളിയുടെ തൊലി ഉണ്ടെങ്കിൽ 2, 3, 4 വെളുത്തുള്ളിയുടെ തൊലി അതിലിടാം കേട്ടോ പറക്കുമ്പോൾ. പിന്നെ ഒരു പിടി കറിവേപ്പിലയും നമ്മൾ അതിലിടാം. എന്നിട്ട് നമ്മൾ സ്ലോവിലിട്ടിട്ട് സിമ്മിലിട്ടിട്ടേ വറക്കാവൂ കേട്ടോ. നമ്മൾ കടും ചൂടിൽ വറക്കും ചെയ്യരുത്. അതുപോലെ അത് പുകയരുത്. നമ്മളിപ്പോൾ എണ്ണ കാച്ചുമ്പോഴും പുകയരുത്, ഡൈ ഉണ്ടാക്കുമ്പോഴും പുകഞ്ഞിങ്ങോട്ട് അതിലേക്ക് കത്തി പിടിക്കണ പോലെ അങ്ങോട്ട് പുകയ്ക്കരുത്. നമ്മൾ ചെറിയ തീയിലിട്ടിട്ട് കേട്ടോ അത് ചൂടാക്കാവൂ. അപ്പോൾ അത് നമ്മൾ ചെറിയ തീയിലിട്ടിട്ട് ചൂടാക്കി നല്ലോണം കറക്കുന്ന വരെ ഇങ്ങനെ സിമ്മിലിട്ട് ഒരുപാട് സമയം പിടിക്കും അത് ആവാട്ടോ, കറുത്ത കളറ് വരെ. അങ്ങനെ കറുത്ത കളറ് വന്നു കഴിഞ്ഞാൽ നമ്മൾ തീ ഓഫ് ചെയ്യാം. എന്നിട്ട് അത് ചൂടാറിയതിന്റെ ശേഷം നമ്മൾ എന്ത് ചെയ്യണം, മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ട് നന്നായി പൊടിക്കുക. എത്രയും പൊടിയണോ അത്രയും നല്ലതാണ്. എന്നിട്ട് നമുക്ക് തരി ഉണ്ട് തോന്നുക വെച്ചാൽ ഒരു അരിപ്പ വെച്ചിട്ടോ എന്തെങ്കിലും ഒരു കടലാസിലേക്ക് നമ്മൾ അരിച്ചിടും. പിന്നെ അത് എങ്ങനെ ഡൈ എന്ന് അമ്മ പറഞ്ഞുതരാം. എന്നിട്ട് നമ്മൾ അരിച്ചു വിട്ടത് ഒരു ബൗളിലാക്കിയതിന് ശേഷം അതിലേക്ക് നമ്മൾ എന്താ കൂട്ടേണ്ടതെന്ന് അറിയോ, നമ്മളുടെ അലോവേര ജെല്ലും കൂട്ടണം. പിന്നെ നമ്മൾ എന്ത് കൂട്ടണം, അതിലേക്ക് വെളിച്ചെണ്ണ ഇനി വെർജിൻ കോക്കനട്ട് ഓയിലോ ഏത് വേണമെങ്കിലും കൂട്ടാട്ടോ. എന്നെങ്കിൽ നിങ്ങൾ തേക്കണ എണ്ണ കൂട്ടിയാലും കുഴപ്പമില്ല. നിങ്ങൾ ഏത് എണ്ണയാണോ തലയിൽ യൂസ് ചെയ്യുന്ന വെച്ചാൽ എണ്ണ കൂട്ടിയാലും കുഴപ്പമില്ല. ഇത് നന്നായി മിക്സ് ചെയ്തതിന്റെ ശേഷം നമ്മളിത് തലയിൽ തേച്ച് പിടിപ്പിക്കുകയാണ് കേട്ടോ. നല്ല കറുത്ത കളറായി കിട്ടിയിട്ടുണ്ട് കണ്ടോ. നമ്മള് വെളിച്ചെണ്ണയും അലോവേര ജെല്ലും കൂടി കൂട്ടിക്കലർത്തുന്നത് നിങ്ങൾ കണ്ടല്ലോ. നല്ല കറുത്ത കളറായിട്ടുണ്ട് കേട്ടോ. ഇത് ഞാൻ രാത്രിയിലാണ് വീഡിയോ എടുക്കുന്നത്. കാരണം എനിക്കിത് തലയിൽ അപ്ലൈ ചെയ്ത് കാണിച്ചു തരാൻ പറ്റില്ല, രാത്രി ആവുകൊണ്ടാണ്. തലയിൽ എങ്ങനെയോ യൂസ് ചെയ്യാന്ന് വെച്ചാല് ഇത് നമ്മൾ തലയിൽ സാധാ നമ്മൾ ഡൈ എങ്ങനെ അടിക്കണ വെച്ചാൽ അതേപോലെ തന്നെ ബ്രഷ് കൊണ്ട് നമ്മൾ എവിടേക്ക് ഹെയറിൽ വെള്ള കളറുള്ള വെച്ചാൽ അവിടെയൊക്കെ തേക്കാം. നമ്മൾ എന്നും തേക്കണ പോലെ തന്നെ. അപ്പൊ അമ്മ ഒരു ഡൈ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നില്ല എങ്ങനെ ബ്രഷ് കൊണ്ട് തേച്ചെന്നു. അത് കാരണം അമ്മക്കിപ്പോ മുടി കറുപ്പൊക്കെ വന്നു. അത് കാരണം ഇനിയിപ്പൊ ഇതും കൂടി തേക്കേണ്ട ആവശ്യമില്ല. പിന്നെ ഇപ്പൊ അത് രാത്രിയാണ്, അതുകൊണ്ടാണ് കേട്ടോ തേച്ച് കാണിച്ചു തരാത്ത. ഇത് നിങ്ങൾ 1/2 മുതൽ 1 മണിക്കൂർ വരേക്ക് വെക്കാം. 1/2 മണിക്കൂറിൽ കഴുകി കളഞ്ഞാലും കുഴപ്പമില്ല. ഇതിങ്ങനെ നമ്മൾ ആഴ്ചയിൽ ഓരോ ദിവസം ഇങ്ങനെ റിപ്പീറ്റ് ആയിട്ട് പോകണം കേട്ടോ. ഇതും ഒറ്റ ഇതിന് നമുക്ക് ഇങ്ങനെ നര മാറി കറുകറുന്നനെ ആവണില്ല. ഇത് നമുക്ക് ഉള്ളിയുടെ തോലാവേണ്ട എപ്പോഴും നന്നായിട്ടു. അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും ഇത് ഉപയോഗിച്ച് നോക്കണം. ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ അമ്മയ്ക്ക് സപ്പോർട്ട് ചെയ്യണം. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, എല്ലാവരിലേക്കും എത്തിക്കണം കേട്ടോ. പിന്നെ ബെല്ലൈക്കനും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്തോളൂ. അപ്പോൾ ഇത് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ എല്ലാവർക്കും നിങ്ങൾ ഷെയർ ചെയ്യണം. അപ്പോൾ ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും നന്ദി, നമസ്കാരം.